മൂഡ് സ്വിങ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ചില സമയത്ത് നമ്മൾ നല്ല എനർജി ഉള്ളവരായിരിക്കും, ചില സമയത്ത് നമുക്ക് ഒട്ടും എനർജി ഇല്ലാണ്ട് ഒരു മൂഡും ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇല്ലേ? അപ്പം ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ ഫോൺ വിളിക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടും താല്പര്യം കാണില്ല ഫോൺ വിളിക്കാൻ. അപ്പോൾ അവരോർക്കും ഇതെന്താ ഇങ്ങനത്തെ ഒരു സ്വഭാവം എന്ന് വിചാരിക്കും അല്ലേ? അതുപോലെ നമുക്കും പറ്റാറുണ്ട്. നമ്മൾ വല്ലവരെയൊക്കെ ഫോൺ വിളിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞ ഒരു മൂഡില്ലാത്തവർ എന്നാൽ പിന്നെ വിളിക്കാം കേട്ടോ, എന്നാൽ ശരി കേട്ടോ, ഞാൻ തിരക്കിലാട്ടോ എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ട്. അത് ചിലപ്പോൾ അവർക്കൊരു മൂഡില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ ഓർക്കണേ തന്നെ അവർക്ക് നമ്മളോട് ഒട്ടും താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ കാണിക്കുന്നതെന്ന് ഇല്ലേ? അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമാവും, അവരെന്നെ ഇങ്ങനെ കാണിച്ചത്, ഞാൻ അവരോട് നന്നായിട്ടാണല്ലോ സംസാരിച്ചത്, എന്നിട്ട് തന്നെ അവരെന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി എന്നൊക്കെ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്നോടെ വിളിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം വിളിച്ചു കഴിഞ്ഞിട്ടും അവരുടെ സ്വഭാവം അതേ രീതിയിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് നമ്മളോട് താല്പര്യം ഇല്ലാത്തതാണ്. അല്ലാതെ നമ്മൾ പെട്ടെന്നൊന്നും ഒറ്റയടിക്ക് ചാടി അവർക്ക് നമ്മളോട് താല്പര്യമില്ല നമ്മൾ വിചാരിക്കരുത്. കാരണം നമ്മുടെ മൂഡുകൾ പല സമയത്തും പലതാണല്ലോ അല്ലേ? അപ്പം നമ്മളത് ചിന്തിക്കണം. പിന്നീട് ഒരിക്കലൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്തെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കയ്യെ ഇങ്ങനെ പിടിച്ചായിരുന്നു എല്ലാ പ്രാവശ്യവും കടന്നു പോകുന്നു റോഡ് ക്രോസ് ചെയ്തു പോകുമ്പോൾ. അപ്പം അങ്ങനെ ഒരു ദിവസം കടന്നു പോകാൻ നേരത്ത് അവളുടെ കയ്യെ പിടിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, കയ്യേന്ന് വിട്ടേ, ഇതെന്നാ ഇത്, ഞാൻ കടന്നോളാം എന്നിങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ. പെട്ടെന്ന് ഞാൻ ഓർത്തു എന്താ ഇങ്ങനെ പറയണേ എന്നോർത്തുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർത്തു ഇവക്കെന്നെ ഇഷ്ടമില്ലാത്ത രീതിയിലാണോ എന്നിങ്ങനെ വിചാരിച്ചു. അന്ന് ഞങ്ങളങ്ങനെ കടന്നുപോയി, ഞാൻ ബസ് കയറി പോവുകയും ചെയ്തു. പിറ്റേ ദിവസം വന്നപ്പോൾ പുള്ളിക്കാരി എന്നോട് പറയുകയാണ്, എടി അന്ന് എനിക്കൊരു മൂഡില്ലാത്തതുകൊണ്ടായോ, സോറി കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞാണേ, നീ ഒന്നും വിഷമമൊന്നും വിചാരിക്കരുതേ, ഞാൻ വീട്ടിൽ പോയിരുന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല, അങ്ങനെയാ ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട്. ഇത് രണ്ടുപേർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ? അതായത് ആ പുള്ളിക്കാരിക്കും വിഷമമുണ്ടായി, എനിക്കും വിഷമമുണ്ടായി. അങ്ങനെയും ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇങ്ങനെ പലർക്കും ഇല്ലേ, ഫോൺ വിളിക്കുന്ന സമയത്തും ഒക്കെ ഉണ്ടാകാം. ഏത് സമയത്ത് വേണേലും ഇങ്ങനെ ഒരു സ്വഭാവം ഇല്ലേ? ചിലർ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മോൻ്റെ ഇതാണ്, എവിടെയോ ടൂറ് പോയപ്പോൾ പിള്ളേരെല്ലാം കൂടെ ബസ്സേ കിടന്ന് ഇങ്ങനെ ബഹളമുണ്ട്, വീഗാലാൻഡ് എങ്ങാണ്ടാന്ന് തോന്നുന്നു, ഇങ്ങനെ പാട്ടൊക്കെ പാടി ഭയങ്കര ഒച്ച എടുത്തപ്പം ഒരു അധ്യാപിക എണീറ്റ് എന്ന് വെച്ചു, ഒന്നും മിണ്ടാതിരുന്നേ, ഇത് എന്തൊരു ഒച്ച ചെയ്ത്, ഒന്നും മിണ്ടാണ്ടിരുതേന്നും പറഞ്ഞുകൊണ്ട്. അതോടുകൂടി പിള്ളേരുടെ സന്തോഷം എല്ലാം പോയി എന്ന് പറയാം. ആകെ ഒരു ദിവസം ടൂറ് പോകുന്നതാണ്, അതിനിടയ്ക്ക് ഇങ്ങനെ ദേഷ്യപ്പെടുകയും കൂടെ ചെയ്തു എന്ന് പറഞ്ഞേക്കാം. ഞാനപ്പോൾ ഓർത്തു അവർക്കും ഇങ്ങനെ വല്ലതും സംഭവിച്ചതായിരിക്കാം ഇല്ലേ, മൂഡ് സ്വിങ്ങിൻ്റെ സമയമായിരിക്കാം എന്നിങ്ങനെ ഞാനും ചിന്തിച്ചു. അപ്പം അങ്ങനെ ഏത് സമയത്ത് വേണേലും ഈ സാധനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം ഇല്ലേ? എല്ലാവർക്കും തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷപ്പെടാൻ സാധിക്കും കേട്ടോ. അതായത് ഇത് ഏത് സമയത്താണ് വരുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. ഏത് സമയത്ത് വേണേ, ചില ദിവസം നമ്മൾ എന്തെങ്കിലും പണിയൊക്കെ എടുത്തോണ്ടിരിക്കുക നമുക്കൊരു മടുപ്പ് തോന്നുന്ന ദിവസങ്ങളില്ല. വീട്ടമ്മമാർ പറഞ്ഞേക്കാൻ പോലെ, ഇന്ന് എല്ലാം അടിച്ചു വാരാനുണ്ട്, മടുത്ത് കിടക്കുക എന്നിങ്ങനെ പറയും. അല്ലെങ്കിൽ പറയും തുണി മടക്കി വെക്കാനുണ്ട്, ഒരു മടി, പാത്രം കഴുകാനുണ്ട്, മടി ഇല്ലേ? അങ്ങനെ ഒരു അവസ്ഥ വരാറില്ലേ? അതേപോലെ ആണുങ്ങളാണേലും ചുമ്മാ മടി പിടിച്ച് ഇരിക്കുന്ന ദിവസങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാവർക്കും തന്നെ ഉണ്ട് കേട്ടോ ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന സാധനം. അപ്പം നമ്മൾ ഇതിനെ ഒരു നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് മാറാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ അതിനെ പാകപ്പെടുത്തിയെടുക്കണം നമ്മുടെ മനസ്സിനെ. അതായത് എന്തെന്നാ പറയണേ, ഇത് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് വേറെയുള്ള ചിന്തകളെ കടത്തിവിടാതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രമിക്കണം. മറ്റാർക്കും എന്നെ ഒരു ഇൻസൾട്ട് ചെയ്യാനോ മറ്റാർക്കും എന്നെ മനസ്സിനെ വേദനിപ്പിക്കാനോ അങ്ങനെയൊന്നും സാധിക്കില്ല എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തിയെടുക്കുക ആദ്യം തന്നെ. ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗം കേട്ടോ. അതേപോലെ നമ്മൾ എന്തിനൊരു ബൗണ്ടറി, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കയറ്റരുത്. വെർച്വൽ മീഡിയ ആണെങ്കിലും എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആണെങ്കിലും പുറത്തുനിന്നുള്ള എന്താണെങ്കിലും അതിനെ ഒത്തിരി നമ്മളങ്ങോട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലരുടെ ജീവിത രീതികളോ അല്ലെങ്കിൽ ചിലർ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേനും അത് സാധിക്കാത്തവർക്ക് അവരുടെ മനസ്സിനുള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടാകും. ഉദാഹരണം, ആരെങ്കിലും ഇപ്പോൾ വലിയ ഹൈ ലെവലിൽ സ്നേഹത്തോടെ ഭയങ്കര ഭാര്യ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കണതോ ഒക്കെ കാണിച്ചു എന്ന് വെച്ചു.
അപ്പം സാധാ മനുഷ്യരായ ആൾക്കാർക്ക് അത് സാധിക്കാതെ വരുമ്പോൾ അവരോർക്കും, ഓ എനിക്ക് അങ്ങനെ കഴിക്കണമായിരുന്നു, എങ്ങനെ ഒരു മനസ്സിൻ്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ നടക്കണമായിരുന്നു, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇല്ലല്ലോ സ്നേഹം എന്നൊക്കെ ഇങ്ങനെ ഓർക്കും. അവരെന്ത് സ്നേഹത്തിലാണ്, ഇതിങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു എനിക്ക് കിട്ടേണ്ടത് എന്നിങ്ങനെ ചിന്തിക്കും. പക്ഷേ അത് സ്വാഭാവികം സാധാരണയായ പാവങ്ങളുടെയായ മനുഷ്യരുടെ ചിന്തകളാണ്. എല്ലാവരും അങ്ങനെയൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കണമെന്ന് ശരിയാണെന്ന് ഓർത്തോണ്ട് ആരും വിശ്വസിക്കുകയൊന്നും വേണ്ട. കാരണം അവിടെയും പ്രശ്നങ്ങളുണ്ടെന്നേ, എല്ലാ വീട്ടിലും ഉണ്ട് പ്രശ്നങ്ങൾ. എല്ലാ വീട്ടിലും എന്നും ഒന്നും ഈ ചൈനീസ് ഫുഡോ അല്ലെങ്കിൽ എന്നും കുഴിമന്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഏതാ വലിയ ഫുഡെന്ന് വെച്ചാൽ അതൊന്നും അല്ല എല്ലാവരും കഴിക്കണം. കഞ്ഞിയും പയറും കഴിക്കണവരും ഉണ്ടായിരിക്കും. പക്ഷെ പുറമെ കാണിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലതല്ലേ കാണിക്കുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ ഇടുവാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ഫോട്ടോ നോക്കിയല്ലേ എടുത്തിടുള്ളൂ. അതങ്ങനെയാണ് സ്വാഭാവികമായിട്ടും. അത് തന്നെയാണ് അവരവരുടെ കുടുംബജീവിതം കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്നാ പറയണേ മറ്റേ ഭക്ഷണങ്ങൾ കാണിക്കുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ദിവസം കഴിക്കുന്നതാണ് അവരെടുത്തിട്ട് കാണിക്കുന്നത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും കഴിക്കുന്നത്. അല്ലാണ്ട് എന്നും അങ്ങനെയാണെന്ന് ഓർത്തോണ്ട് വിഷമിക്കുകയൊന്നും ആരും വേണ്ട കേട്ടോ. അതും മൂഡ് സ്വിങ് ഉണ്ടാക്കാൻ ഒരു കാരണമാണ് ചില മനുഷ്യരുടെ ഉള്ളിൽ. അതായത് പാവങ്ങളായ മനുഷ്യർക്ക് അവരോർക്കും അതായിരിക്കും എന്നും അവരുടെ ജീവിതം ഇങ്ങനെയായിരിക്കും എന്ന്, എനിക്ക് അങ്ങനെ ആകാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കും. അപ്പം അങ്ങനെയുള്ള കാഴ്ചകളിലേക്കും അങ്ങനെയുള്ള എനിക്കൊരു ബൗണ്ടറി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. കാരണം അത് നമ്മുടെ മനസ്സിനെ ബാധിക്കരുത്, ഒരിക്കലും ബാധിക്കരുത്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ ഞാൻ പറഞ്ഞില്ലേ, ഇൻസൾട്ട് ചെയ്യുമ്പോഴും അതിന് നമ്മൾ എന്നും നിന്ന് കൊടുക്കാൻ ഇടവരുത്തരുത്. ഒരു പ്രാവശ്യം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് മാറി രക്ഷപ്പെട്ടുള്ളൂ, പിന്നെ അതിന് നിന്ന് കൊടുക്കരുത്. അത് നമ്മുടെ മൂഡ് സ്വിങ്ങിന് ഒരു കാരണമാണ്. നമ്മൾ പിന്നെ അത് ഓർത്ത് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കും. ചിലർ പറയുന്ന വാക്കുകളും ചിലർ പറയുന്ന കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും പൊളിവാക്കുകളും ഒക്കെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ കിടന്ന് വേദനിപ്പിക്കാൻ ഇടവരുത്തും. അതിന് നമ്മൾ ഇട കൊടുക്കാണ്ടിരിക്കുക. അത് ഒരു പരിധി വരെ കേൾക്കുക. ആദ്യമൊക്കെ കേട്ടു എന്ന് വെച്ച് പിന്നെ എപ്പോഴും സ്ഥിരമായിട്ട് നമ്മളത് കേട്ട് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കാതിരിക്കുക. പിന്നെ നമ്മളോട് തന്നെ ചോദ്യം ചെയ്യുക, നമ്മളിത് ബാധിക്കുന്നുണ്ടോ, എനിക്കിതും കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, ഞാനിങ്ങനെ പോയിട്ടുണ്ട് ശരിയാവില്ലല്ലോ, അത് ഞാൻ ഇതിൽ നിന്ന് മാറ്റം വരുത്തേണ്ട ആളാണ് എന്നിങ്ങനെ ചിന്തിച്ച് നമ്മളതിൽ നിന്ന് പതുക്കെ മാറ്റം വരുത്താൻ വേണ്ടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. അതിനെ നമ്മൾ തന്നെ ചോദ്യം ചെയ്ത് നമ്മൾ നേരെയാക്കാൻ ശ്രമിക്കുക. അല്ലാതെ മറ്റാർക്കും വന്ന് നമ്മളെ ചോദ്യം ചെയ്യാനോ മറ്റുള്ളവരല്ല നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ തന്നെ അതിനെ സ്വയം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്ക് മറ്റാരെയും മാറ്റിയെടുക്കാൻ സാധിക്കില്ല, നമുക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ, ഇല്ലേ? അപ്പം നമ്മുടെ വിചാരങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്കേ സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നമുക്കേ സാധിക്കുകയുള്ളൂ. അല്ലാതെ വേറെ ഒരാൾക്കും അതിന് സാധിക്കുകയില്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ഒരു കോൺഫിഡൻസില്ലാണ്ട് വരുമ്പോഴാണ് നമ്മുടെ ഇങ്ങനെയുള്ള ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത്. നമുക്കൊരു കോൺഫിഡൻസോട് കൂടി ഒരു കാര്യം നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും കൊള്ളാമല്ലോ, എന്നെക്കൊണ്ട് സാധിക്കുമല്ലോ എന്നിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരും. അപ്പം നമ്മൾ ഏത് പ്രശ്നത്തെയും നമ്മൾ കൈകാര്യം ചെയ്യാൻ മനസ്സിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഒഴിവാക്കി കളയാൻ സാധിക്കും. അല്ലാണ്ട് നമ്മളെക്കൊണ്ട് സാധിക്കില്ല, എനിക്ക് പറ്റില്ല, എനിക്കൊരു കഴിവില്ല, കണ്ട അവർക്കൊക്കെ എന്ത് കഴിവാണ്, അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മളൊരു കാര്യവും ചെയ്യില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ മുന്നോട്ടിറങ്ങണം. നമ്മൾ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഉദാഹരണമായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പോയി ഒരു ഓഫീസിൽ പോയി എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണേലും, നമ്മളൊരു മാർക്കറ്റിൽ പോകാനാണെങ്കിലോ ആരെങ്കിലും കൂട്ടും വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ തന്നെ ഒന്ന് പോയി നോക്കിക്കേ. നമുക്കപ്പോൾ പോയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഞാനിത് തന്നെ ചെയ്തല്ലോ എന്നുള്ള ചിന്തയാകും. അതല്ല എപ്പോഴും നമ്മൾ ആരെയും കൂട്ടിക്കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ ഒരു കാര്യം ചെയ്യാൻ ഒരു കോൺഫിഡൻസ് നമ്മൾക്കുണ്ടാവില്ല. ഇതും ഒക്കെ നമ്മുടെ ഒരു മൂഡിനെ ചേഞ്ച് ചെയ്യുന്ന സാധനങ്ങളാട്ടോ. നമുക്കെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂഡ് താനെ മാറി വരും. അല്ലാണ്ട് ആരെന്ത് പറഞ്ഞു എന്നൊന്നും വിചാരിക്കാതിരിക്കുക. ആരെന്തും പറഞ്ഞോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കരുത്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ, നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക. നമ്മൾ തന്നെ എവിടെയെങ്കിലും പോകുമ്പം നമുക്ക് സമയം ഒത്തിരി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യേണ്ട സമയമൊക്കെ ആകുമ്പം ഒന്നെങ്കിലും ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുസ്തകം വായിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമാട്ടോ, നല്ല പുസ്തകങ്ങൾ വായിക്കുക. അതേപോലെ
മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇച്ചിരി കുറച്ച് സംസാരിച്ചാൽ മതി. കാരണം മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മൾ കേൾക്കാനിട വരും. ആരുമാണെങ്കിലും ഇപ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി ഒത്തിരി നേരം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുക എന്നാ വന്നേ എന്നെ ഇങ്ങനെ ചോദിച്ച് അവരുടെ വിഷമങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റാൻ സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ ഇരുന്ന് സംസാരിച്ച് നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മളിലേക്ക് എടുത്തുകൊണ്ട് വരാണ്ടിരിക്കുക. നമ്മൾ നമ്മളുടേതായ ഒരു ജീവിതത്തിലേക്ക് ജീവിച്ചു നോക്കിക്കേ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മാനസിക വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. മടുപ്പ്, മടി, വിഷമം, ദുഃഖം മിക്ക ദിവസങ്ങളിൽ എല്ലാവർക്കും തന്നെ ഇതൊക്കെ ഉണ്ടാകുന്നതാണ്. അതിനെയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. ആ സമയം നമ്മൾ എന്തെങ്കിലും പണികൾ ചെയ്യാൻ നോക്കിക്കേ. എന്താണേലും ചെയ്യണം, ഞാൻ തന്നെ ചെയ്യണം, എന്നാൽ പിന്നെ അങ്ങ് ചെയ്തേക്കാം എന്ന് വയ്ക്കാം. എന്നിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ ഒത്തിരി മടി വരുന്ന ദിവസം നമ്മൾ കയറി കിടന്ന് നന്നായിട്ടങ്ങ് ഉറങ്ങുക. ആ സമയത്തങ്ങ് കിടന്ന് ഉറങ്ങി എണീറ്റ് നോക്കിയേ, അപ്പോഴും നമുക്കിത് മാറും. ഒരു കാര്യം കൂടെ ഉണ്ട്, ഒത്തിരി സമയം കിടന്നുറങ്ങിയാൽ നമുക്ക് ക്ഷീണം കൂടുതലാട്ടോ. ഒരു കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ് നേരം കിടന്നുറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്ഷീണമൊന്നും ഇല്ലാണ്ട് നമ്മൾ നല്ല സ്മാർട്ടായിട്ട് എണീറ്റ് വരാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകും. നിങ്ങളത് ചെയ്ത് നോക്കി ഇങ്ങനെയൊക്കെ ശരിയാവുമോ എന്ന്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.